your Lebens blog. ഇന്ന് ഒരു കറുമുറ കൂട്ടുന്ന കാജന്യം ചിപ്പീൻ്റെ റെസിപ്പിയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് കറുത്ത വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ്, ഒരു മിൽക്ക് മെയ്ഡ് ടിന്നിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 കിലോ മൈദ ഇട്ട് നന്നായിട്ട് കുഴച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാൽഡ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഡാൽഡ ഉരുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡാൽഡ കുറച്ച് കഴിഞ്ഞാൽ വേണം കട്ട കിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും അത് ഗ്യാസിലിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഇനി ഇതിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഒരു കത്തി യൂസ് ആക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കാജക്കാണെങ്കിൽ കുറച്ച് തടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചിപ്പിക്കാണെങ്കിൽ സെയിം മെഷർമെൻ്റ് ഒക്കെയാണ്, പക്ഷെ കുറച്ചും കൂടി ചെറുങ്ങനെയായിരിക്കും. അത് ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാജക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മുറിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര പ്രസ്സാക്കിയിട്ട് പരത്തുക. ജസ്റ്റ് ഒരു റോൾ അങ്ങോട്ടും മുമ്പോട്ടും ബാക്കോട്ടും ചെയ്ത് കൊടുക്കുക വേണ്ടത്. എന്നിട്ട് പരത്തിയാൽ നമ്മളപ്പം ശരിയായിട്ട് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് എന്ത് സാധാരണ ഓയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഡാൽഡ കുറച്ച് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ഉരുക്കിയെടുത്താലും മതി കേട്ടോ. അതിന് ഇടയ്ക്ക് കുറച്ച് ലേറ്റ് ആയാലും ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചിപ്പിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, ചിപ്പിക്കാണെങ്കിൽ ഇതേപോലെ സ്മോൾ പീസസ് ആക്കി കട്ടാക്കുക. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പരത്തേണ്ട ആവശ്യമില്ല. കാജക്ക് മാത്രമേ പരത്തണം. ചിപ്പി ഇങ്ങനെ എടുത്ത് പൊരിക്കലാണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഈ കല്യാണത്തിനും മറ്റൊക്കെ അപ്പത്തിന് കൂടുതൽ മെയിനായിട്ടുണ്ടാകുന്ന കാര്യമാണ് ഈ കാജയും ചിപ്പിയും ഒക്കെ. അപ്പോൾ ചിപ്പി ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള കാജയും ചിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഭയങ്കര സിമ്പിളാണ്. അത്ര കുഴച്ച് ആക്കുമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.